കുറവുകളിൽ താതൻ മാപ്പരുളും കൃപയാൽ. കുറ്റം കുറവുകളിൽ താതൻ മാപ്പരുളും കൃപയാൽ. ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപദമേ അണിചേരുവിൻ, ജയഘോഷം മാർക്കുവിൻ. വിശ്വസ്തത നിറയും പ്രഭുതൻ വിശ്വമഹേശ്വരനായി. വിശ്വസ്തത നിറയും പ്രഭുതൻ വിശ്വമഹേശ്വരനായി. ശാശ്വത കൃപയാലേ പാരിൽ ശാന്തി പരത്തിടുവാൻ. ശാശ്വത കൃപയാലേ പാരിൽ ശാന്തി പരത്തിടുവാൻ. ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപദമേ അണിചേരുവിൻ, ജയഘോഷം മാർക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരും, ഇന്ന് തിരുസഭ മാതാവ് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും ഉണ്ണീശയുടെയും കുടുംബത്തെയാണ് തിരുസഭ തിരുക്കുടുംബം എന്ന് വിളിക്കുക. അവിടെ നീതിമാനായ കുടുംബത്തെ ഏത് വിധേനയും സംരക്ഷിക്കുന്ന ഒരു രാജാവ് പോലും ആ കുടുംബത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ ദൈവ ദർശനം ലഭിച്ച അതനുസരിച്ച് ആ കുടുംബത്തിനെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഒരു സൈന്യത്തിൽ നിന്ന് തന്നെ സംരക്ഷിക്കുന്ന ശക്തനായ കുടുംബനാഥനാണ് ജോസഫ്. പലപ്പോഴും നിശബ്ദമായിട്ടുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. തൻ്റെ ഭാര്യയും കുഞ്ഞിനെയുമൊക്കെ സംരക്ഷിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബനാഥനും ഈ ജോസഫിൻ്റെ മാതൃകയാണ് പിൻചൊല്ലേണ്ടതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും സ്വന്തം സുഖങ്ങളും സൗകര്യവും മാത്രം നോക്കി ജീവിക്കുന്ന, പലതര ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന കുടുംബനാഥന്മാരുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുക. അതിനാൽ വിശുദ്ധ ജോസഫിൻ്റെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. ദാരിദ്ര്യം ആ കുടുംബത്തിലുണ്ടായിരുന്നു. സ്വന്തമായിട്ടൊരു ഭവനം പോലും ഇല്ലായിരുന്നു. എന്നാലും ജോസഫ് വലിയ കാവൽക്കാരനായി ആ മാതാവിന് വേണ്ടിയും ഉണ്ണീശയ്ക്ക് വേണ്ടിയും ജീവിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത, ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം ജീവിച്ച, കുഞ്ഞുനാൾ മുതലേ ദേവാലയത്തോട് ചേർന്ന് ജീവിച്ച പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഓരോ ഭാര്യമാരും അമ്മമാരും പരിശുദ്ധ അമ്മയുടെ മാതൃകയിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകും. ഈ കുടുംബത്തിലാണ് ഉണ്ണീശോ പിറന്നു വീഴുന്നതും. നമ്മുടെ മക്കളും ഉണ്ണീശോയെക്കുറിച്ച് വചനം പറയും, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും വളർന്നു വന്നു. അവൻ തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഇന്ന് വിധേയപ്പെടുന്നില്ലെങ്കിൽ, നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ കുറവുകളുണ്ട്. ഒരുപക്ഷെ ഔസേപ്പിതാവിനെ പോലെ ജീവിക്കാൻ പിതാവിന് സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥനയുടെ നിറവിലായിരിക്കാൻ
നമ്മുടെ അമ്മമാർക്ക് സാധിക്കാതെ വരുമ്പോൾ അവിടെ വിധേയത്വമില്ലാത്ത, അനുസരണമില്ലാത്ത മക്കൾ ഉണ്ടാകും. അതിനാൽ നമ്മുടെ കുടുംബങ്ങൾ തിരിക്കുടുംബം പോലെ ആകാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് കുടുംബങ്ങളുടെ മേലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും എടുത്തു മാറ്റി വലിയ വിശുദ്ധിയുള്ള കുടുംബങ്ങളായിട്ട് കത്തോലിക്ക കുടുംബങ്ങൾ മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ അനുതാപത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, പിതാവിൻ്റെ പുത്രൻ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ ഉത്തമ മാതൃക ഞങ്ങൾക്ക് നൽകാൻ തിരുമനസ്സായ ദൈവമേ, കുടുംബ സുഹൃതങ്ങളിലും സ്നേഹ ശൃംഖലകളിലും അവരെ പിഞ്ചെന്ന് അങ്ങേ ഭവനത്തിൻ്റെ സന്തോഷത്തിൽ നിത്യസമ്മാനം അനുഭവിക്കാൻ കരുണാപൂർവം ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്യം എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന്. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ
തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മകനെ, പിതാവിനെ വാഗ്ദത്തത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവൻ ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീഴുന്നതിന് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. താഴെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തയ്യൽ പോലെയും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലമത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും. സഹോദരരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭ്രമമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ചും സഹിഷ്ണുതയോടും കൂടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിണക്കിക്കൊണ്ട് പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് നിർദ്ദയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ.
ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിർന്മേഷരാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെരോദ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെരോദസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചുവെന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. ഹെരോദസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലവോസാണ് പിതാവായ ഹെരോദസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവർത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷം. യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മന്യവൈദികരും സന്യാസ്തരെ, പ്രിയ സഹോദരി സഹോദരന്മാരും, തിരുസഭയുടെ സംരക്ഷകനും പരിപാലകനുമായി വിരചിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം നമുക്കെന്നും മാതൃകയും അദ്ദേഹത്തിൻ്റെ മഹനീയ മാധ്യസ്ഥം നമുക്കെന്നും തുണയുമാണ്. തച്ചനായിരുന്ന മറിയത്തിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ദൈവതിരുഹിതം നിറവേറ്റാൻ സദാ സന്നദ്ധനായിരുന്ന വിശുദ്ധ ഔസേപ്പിനെ സുവിശേഷങ്ങളിൽ നിന്നും നമുക്ക് പരിചിതമാണ്. സത്രത്തിലിടം അന്വേഷിച്ച നടന്നതിനൊടുവിൽ കാലിത്തൊഴുത്തിൽ രക്ഷകന്റെ തിരുപ്പിറവിക്ക് സാക്ഷ്യം വഹിക്കുകയും ആ തിരുപ്പിറവിയുടെ ആനന്ദത്തിൽ
പങ്കുചേരാനെത്തിയ ആട്ടിടയന്മാരെയും ജ്ഞാനികളെയും ദർശിക്കുകയും ചെയ്ത പിതാവാണ് വിശുദ്ധ ഔസേപ്പ്. വാഴ്ത്തപ്പെട്ട പിയൂസ് 9 പാപ്പ 1870 ഡിസംബർ 8 വിശുദ്ധ ഔസേപ്പിനെ കത്തോലിക്ക സഭയുടെ സംരക്ഷകനായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ പിതാവ് പയസ് 12 പാപ്പ തൊഴിലാളി മധ്യസ്ഥനായി വിശുദ്ധ ഔസേപ്പിനെ തിരുസഭയ്ക്ക് നൽകി. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ അവിടത്തെ രക്ഷകന്റെ വളർത്തു പിതാവെന്ന് വിളിച്ചു. നൽമരണ മധ്യസ്ഥൻ കൂടിയായ വിശുദ്ധ ഔസേപ്പ് വിശുദ്ധ ഔസേപ്പിനെ കത്തോലിക്ക സഭയുടെ സംരക്ഷകനും പരിപാലകനുമായി പ്രഖ്യാപിച്ചതിൻ്റെ 150 വാർഷിക ആഘോഷങ്ങളിലേക്ക് തിരുസഭ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ കഴിഞ്ഞ ഡിസംബർ 8 പുറപ്പെടുവിച്ച പത്രീസ് കോർദെ ഒരു പിതാവിൻ്റെ ഹൃദയത്തോടു കൂടെ എന്ന തൻ്റെ അപ്പോസ്തലിക ലേഖനത്തിലൂടെ 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷമായി ആചരിക്കണമെന്ന് തിരുസഭ മക്കളോട് ആഹ്വാനം ചെയ്തു. തിരുസഭയോട് ചേർന്ന് നമ്മുടെ രൂപതയും രൂപതയോട് ചേർന്ന് ഇടവകകളും തിരുക്കുടുംബത്തിന് തിരുനാൾ ദിനമായി ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷാചരണത്തിന് സാഘോഷം തുടക്കം കുറിക്കുകയാണ്. പരിശുദ്ധ പാപ്പയുടെ അപ്പോസ്തലിക ലേഖനം പത്രീസ് കോർദെ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചുള്ള ആഴമേറിയ പ്രബോധനം നമുക്ക് നൽകുന്നു. വിശുദ്ധ ഔസേപ്പ് നിറഞ്ഞു നിരുന്ന 7 സുപ്രധാനമായ നന്മകളെക്കുറിച്ച് പാപ്പ വിവരിക്കുന്നു. 1. വിശുദ്ധ ഔസേപ്പ് ഒരു നല്ല പിതാവായിരുന്നു. വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥനയും ഭക്തിയും തിരുസഭയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. തിരുസഭ പരിശുദ്ധ മറിയം കഴിഞ്ഞാൽ വളരെയധികം ധ്യാനിക്കപ്പെട്ടിട്ടുള്ളതും പറയപ്പെട്ടിട്ടുള്ളതും വിശുദ്ധ ഔസേപ്പിനെ കുറിച്ച് തന്നെയാണ്. വിശുദ്ധ പോൾ 6 പാപ്പ തന്നെ തിരുക്കുടുംബത്തിന് സമർപ്പിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്ന ഔസേപ്പ് എന്ന പിതാവിനെ കുറിച്ച് തൻ്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അനേകം വിശുദ്ധരും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുള്ള വൈകാരിക അടുപ്പവും ഭക്തിയും ഉള്ളവരായിരുന്നു. ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യ വിശുദ്ധ ഔസേപ്പിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും മറ്റുള്ളവർ അതിനായി ഏറെ പ്രചോദിപ്പിക്കുകയും ചെയ്ത വിശുദ്ധയാണ്. നിരവധി ദേവാലയങ്ങൾ സ്ഥാപനങ്ങൾ വിശുദ്ധ ഔസേപ്പിൻ്റെ മധ്യസ്ഥത്തിനായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പാരമ്പര്യമായ എല്ലാ ബുധനാഴ്ചകളിലും മാർച്ച് മാസം പ്രത്യേകമായി വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥം തേടുന്നതിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. ദാവീദിന്റെ പുത്രനായ ജോസഫ് പഴയ പുതിയ നിയമങ്ങളെ ബന്ധിപ്പിക്കുന്ന പിതാവാണ്. 2. വിശുദ്ധ ഔസേപ്പ് അനുസരണയുള്ള പിതാവായിരുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തിന് രക്ഷാകര രഹസ്യം വെളിപ്പെടുത്തിയതുപോലെ വിശുദ്ധ ഔസേപ്പിന് മുന്നിലും ദൈവം അത് സ്വപ്നങ്ങളിലൂടെ വെളിപ്പെടുത്തി. പ്രധാനമായും 4 സ്വപ്നങ്ങളിലൂടെയാണ് ദൈവ തിരുഹിതം ഔസേപ്പിന് മുൻപിൽ വെളിപ്പെടുത്തപ്പെട്ടത്. മറിയം ഗർഭിണിയായി കാണപ്പെട്ടതിൻ്റെ ആകുലത ഔസേപ്പിന് ലഭിച്ച ആദ്യ സ്വപ്നത്തിലൂടെ നീക്കം ചെയ്യപ്പെട്ടു. നിദ്ര വിട്ടുണർന്ന ഉടനെ ലഭിച്ച സ്വപ്ന ദർശനം അനുസരിക്കുകയാണ് ഔസേപ്പ് ചെയ്തത്. 2ാമത്തെ സ്വപ്നം മറിയത്തെയും ഉണ്ണീശയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനുള്ളതായിരുന്നു. വീണ്ടും ഔസേപ്പ് ഒരു നിമിഷം പോലും ശങ്കിക്കാതെ അനുസരിച്ചു. 3ാമത്തെ സ്വപ്നത്തിൽ
ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് മടങ്ങാനുള്ള ദർശനം ലഭിക്കുമ്പോൾ ഔസേപ്പ് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. ഹെറോദോസിന്റെ മകൻ അർക്കലാവൂസാണ് യൂദ ഭരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ അവിടേക്ക് പോകാൻ ഔസേപ്പ് ഭയപ്പെട്ടു. 4-ാമത്തെ സ്വപ്നത്തിൽ ഗലീലയിലെ നസ്രത്തിൽ പാർക്കണമെന്ന ദർശനം ലഭിച്ചപ്പോൾ അതും അനുസരിച്ച് വിശുദ്ധ ഔസേപ്പിതാവ്. നസ്രത്തിൽ ബാലനായ യേശു ഔസേപ്പാകുന്ന പാഠശാലയിൽ നിന്ന് അനുസരണ അപേക്ഷിച്ചു. മരണം വരെ, കുരിശു മരണം വരെ അവൻ അനുസരണ ഉള്ളവനായിത്തീർന്നു. ഫിലിപ്പി 2:8. 3. ഔസേപ്പ് അനുകമ്പയും ആർദ്രതയും നിറഞ്ഞ പിതാവായിരുന്നു. ബാലനായ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുന്നത് വിശുദ്ധ ഔസേപ്പ് കണ്ടു. കർത്താവ് ഇസ്രായേൽ ജനത്തെ ഒരു പിതാവിനടുത്ത സ്നേഹത്തോടെ വഴി നടത്തിയതുപോലെ ഔസേപ്പും ബാലനായ യേശുവിനെ നടക്കാൻ പഠിപ്പിച്ചു. അവനെ കരങ്ങളിലെടുത്ത് വളർത്തി പരിപാലിച്ചു. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലെ ഭയപ്പാടുകൾക്കിടയിലും ദൈവം പ്രവർത്തിക്കുമെന്ന് ഔസേപ്പിന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നു. 4. വിശുദ്ധ ഔസേപ്പ് സ്വീകാര്യതയുടെ പിതാവ്. മാലാഖയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് മറിയത്തെ ഉപാധികളില്ലാതെ സ്വീകരിച്ചവനാണ് ഔസേപ്പ്. സ്നേഹത്തിൽ ആശ്രയിച്ചിരുന്ന നിയമമായിരുന്നു ഔസേപ്പിന്റെ ഹൃദയത്തിന്റെ ഉള്ളടക്കം. ജീവിതത്തിൽ അപ്രത്യക്ഷമായി സംഭവിക്കുമ്പോൾ നമ്മുടെ ആദ്യ പ്രതികരണം നിരാശയും പ്രതിഷേധവുമാണ്. ഔസേപ്പ് പഠിപ്പിക്കുന്ന ആത്മീയ വഴി നമുക്കറിയാത്ത കാര്യങ്ങളും അപ്രതീക്ഷിതമായ സംഭവങ്ങളും ജീവിതത്തിൽ അരങ്ങേറുമ്പോൾ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാതെ അതൊക്കെയും സ്വീകരിക്കണമെന്നതാണ്. ഔസേപ്പിന്റെ പ്രതികരണം നിഷേധാത്മകമോ നിർജീവമോ ആയിരുന്നില്ല. മറിച്ച് ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ക്രിയാത്മക പ്രതികരണമായിരുന്നു അത്. ഔസേപ്പിനോട് ദൈവം പറഞ്ഞു, ദാവീദിന്റെ പുത്രൻ ഔസേപ്പ്, നീ ഭയപ്പെടേണ്ട. നമ്മെ നോക്കിയും ദൈവം പറയുന്നുണ്ട് ഈ വചനം. ദേഷ്യവും നിരാശയും മാറ്റിവെച്ച് പ്രത്യാശയും ധൈര്യവും കൈവിടാതെ നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ജീവിതത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തെ സ്നേഹിക്കുകയും അവിടത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. മർത്തൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ അവരായിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കണമെന്നും ബലഹീനർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും ഔസേപ്പിന്റെ മാതൃക നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 5. ഔസേപ്പ് ധൈര്യശാലിയായ പിതാവ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും തകർച്ചകളിലും പിന്തിരിയുകയും ഒളിച്ചോട്ടം നടത്തുകയും എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ ആകുലപ്പെടുകയും ചെയ്യാറുണ്ട് നാം. സുവിശേഷങ്ങളിലെ യേശുവിൻ്റെ ബാല്യകാല വിവരണങ്ങൾ വായിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ട് വ്യക്തമായും നേരിട്ടും ഇടപെടാതെ വ്യക്തികളുടെയും സംഭവങ്ങളും ഇടപെട്ടു എന്ന് സംശയം നമുക്കുണ്ടാകും. എന്നാൽ ഔസേപ്പിനെ രക്ഷാകര ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ നായകനായി ദൈവം തെരഞ്ഞെടുത്തു. മറിയത്തെയും ഉണ്ണിയേശുവിനെ സംരക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ അത്ഭുതമാണ് ഔസേപ്പ്. നസ്രത്തിലെ മരപ്പണിക്കാരൻ ഔസേപ്പിനെ പോലെ ധൈര്യം ഹൃദയത്തിൽ കരുതുന്നവർക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യാനാകും എന്നത് തീർച്ച. തളർവാദ രോഗി സൗഖ്യം ലഭിക്കാൻ പുരമുകളിൽ കയറി ഓടിളക്കി അയാളെ കർത്താവിന് മുന്നിൽ എത്തിച്ചവർക്ക് ക്രിയാത്മകം ധൈര്യം ഉണ്ടായിരുന്നു. പ്രതിസന്ധികൾക്ക് മുൻപ് തളരാതെ ചങ്കുറപ്പോടെ നിൽക്കാനുള്ള ധൈര്യം എത്ര നാൾ തിരുക്കുടുംബം ഈജിപ്തിൽ താമസിച്ചുവെന്ന് സുവിശേഷങ്ങൾ പറയുന്നില്ല.
അവിടെ തീർച്ചയായും അവർക്ക് ഭക്ഷണവും ഭവനവും തൊഴിലുമൊക്കെ കണ്ടെത്തേണ്ടിയിരുന്നു. പരദേശി എന്ന നിലയിൽ തിരുക്കുടുംബം നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. യുദ്ധങ്ങളും കലാപങ്ങളും ദാരിദ്ര്യവും പീഡനങ്ങളും മൂലം സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്യപ്പെട്ടവർക്ക് വിശുദ്ധ ഔസേപ്പിതാവ് പ്രത്യേക മധ്യസ്ഥനായി പരിഗണിക്കപ്പെടേണ്ടതാണ്. 6. വിശുദ്ധ ഔസേപ്പ് തൊഴിലാളിയായ പിതാവ്. ആദ്യത്തെ സാമൂഹ്യ ചാക്രിക ലേഖനമായ ലിയോ 13 പാപ്പയുടെ റേറും നൊവാരും വിശുദ്ധ ഔസേപ്പിനെയും തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മരപ്പണിക്കാരൻ ഔസേപ്പ് തൻ്റെ തൊഴിലിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. തൊഴിലൊരു പൊള്ളുന്ന പ്രശ്നമായി ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തൊഴിലില്ലായ്മയുടെ പെരുപ്പം ദശകങ്ങളായി സമ്പന്നരായിരുന്ന പല രാജ്യങ്ങളിൽ പോലും അനുഭവപ്പെടുന്നുണ്ട്. തൊഴിലില്ലായ്മ സാരമായി ബാധിച്ചിരിക്കുന്ന മേഖലകളിൽ വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥം തുണയാകട്ടെ. രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരുക എന്ന ജോലി കൂടി അവിടെ നിന്ന് നമ്മെ വരമേൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കഴിവുകളും നമുക്ക് ലഭിച്ച അവസരങ്ങളും വിനിയോഗിച്ച് സ്നേഹ സമൂഹത്തെ വാർത്തെടുക്കാനും സേവനത്തിന് അവരെ സന്നദ്ധരാക്കാനും നമുക്ക് കഴിയണം. തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഏറെയാണ്. ഏതിടങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരായാലും എല്ലാ തൊഴിലും ദൈവവുമായിട്ടുള്ള സഹകരണവും നമുക്ക് ചുറ്റുമുള്ള ലോക നിർമ്മിതിയുടെ പങ്കാളിത്തവുമാണ്. ഈ കാലയളവിലെ സാമ്പത്തിക സാമൂഹ്യീകരണവും നമുക്ക് ചുറ്റുമുള്ള ലോക നിർമ്മിതിയുടെ പങ്കാളിത്തവുമാണ്. ഈ കാലയളവിലെ തൊഴിലില്ലായ്മ സാംസ്കാരിക ആത്മീയ പ്രശ്നങ്ങളിൽ നഷ്ടപ്പെട്ട മൂലം വീണ്ടെടുക്കാൻ വലിയ വെല്ലുവിളികളാണ്. വിശുദ്ധ ഔസേപ്പിന്റെ മാധ്യസ്ഥം വഴി ആരും തന്നെ തൊഴിൽ രഹിതരായിട്ടുള്ളവർ ഉണ്ടാകാതിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പ് നിഴലായി നടന്ന പിതാവ്. വിശുദ്ധ ഔസേപ്പ് ഭൂമിയിലെ ദൈവപിതാവിന് നിഴലായിരുന്നു. മറിയത്ത് ഉപേക്ഷിക്കാതെ ഔസേപ്പ് അവളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കുഞ്ഞുങ്ങൾ എന്ന പോലെ പരിപാലിച്ച ദൈവത്തെക്കുറിച്ച് പറയുന്നത് പോലെ ഔസേപ്പും ജീവിതം മുഴുവനും പിതാവിൻ്റെ നിഴലായി നടന്നു. പിതാക്കന്മാർ ജനിക്കുകയല്ല, മറിച്ച് സൃഷ്ടിക്കപ്പെടുകയാണ്. ജന്മം നൽകിയത് കൊണ്ട് മാത്രം ആരും പിതാവായി മാറുന്നില്ല. എന്നാൽ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വളർത്തി പരിപാലിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ് പിതാവായി മാറുന്നത്. എപ്പോഴൊക്കെ ഒരാൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവോ അപ്പോൾ അയാൾ പിതാവായി മാറുന്നു. തീരുമാനങ്ങൾ എടുക്കാനും സ്വാതന്ത്ര്യം ആസ്വദിക്കാനും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും നിസ്വാർത്ഥമായ സ്നേഹം വളർത്തിക്കൊണ്ടുവരുവാനും പിതാക്കന്മാർ പരിശ്രമിക്കണം. സ്വാർത്ഥത പല അപകടങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. ഔസേപ്പിൻ്റെ സ്നേഹ സ്വാതന്ത്ര്യം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഔസേപ്പിൻ്റെ വർഷാചരണത്തിൻ്റെ ഭാഗമായി പൂർണ്ണ ദണ്ഡവിമോചനത്തിന് ഉപാധികളോടെ തിരുസഭ അവസരമൊരുക്കുന്നു. കുംഭസാരമെന്ന കൂദാശയുടെ സ്വീകരണവും പരിശുദ്ധ ദിവ്യകാരുണ്യ സ്വീകരണവും പരിശുദ്ധ പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായ ഉപാധികൾ പതിവ് പോലെ പാലിക്കപ്പെടേണ്ടതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന 30 മിനിറ്റ് നേരം ധ്യാനിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വിശുദ്ധ ഔസേപ്പിതാവിനെ ധ്യാനിക്കുന്ന ഒരു ദിവസത്തെ ആത്മീയ ധ്യാനം നടത്തുന്നവർക്കും, നീതിമാന വിശുദ്ധ ഔസേപ്പ് കാരുണ്യത്തിലൂടെ ദൈവിക നീതി അഭ്യസിച്ചതിനാൽ ആത്മീയമായോ ഭൗതികമായോ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നവർക്കും, നസ്രത്തിലെ തിരുക്കുടുംബ പാലകനായിരുന്ന വിശുദ്ധ ഔസേപ്പ് ക്രിസ്തീയ കുടുംബങ്ങളുടെ പാലകനായതിനാൽ കുടുംബങ്ങൾ ഒരുമിച്ച് ജപമാല പ്രാർത്ഥിക്കുന്നവർക്കും വിശുദ്ധ ഔസേപ്പിൻ്റെ പ്രത്യേക മാധ്യസ്ഥവും
സംരക്ഷണവും തേടുന്നവർക്കും വിശുദ്ധ ഔസേപ്പിന് ലിറ്റ്നി പ്രാർത്ഥിക്കുന്നവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്നതാണ്. തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ വർഷാചരണത്തിന് തുടക്കം കുറിക്കുന്നതിന് നമുക്ക് പാപ്പായുടെ അപ്പോസ്തലിക ആഹ്വാനം ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതുകയും ചെയ്യുക. ഇടവക തലത്തിൽ ഈ വർഷാചരണം ഏറ്റവും ക്രിയാത്മകമായും ആത്മീയമായും ആഘോഷിക്കുന്നതിന് കർമ്മ പരിപാടികൾ തയ്യാറാക്കണം. ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും വേണ്ടി തിരുക്കുടുംബ പാലകനായ വിശുദ്ധ ഔസേപ്പിന്റെ മാധ്യസ്ഥം സവിശേഷമായി തേടുകയും ചെയ്യാം. നമുക്ക് പൈതൃകാശിസുകളോടെ ഈശോ മറിയത്തിൽ പോൾ ആന്റണി മുല്ലശ്ശേരി കൊല്ലം മെത്രാൻ. ഈ ഇടയലേഖനം 2020 ഡിസംബർ 27 ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിച്ച് വിശദീകരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വർഷം പരിശുദ്ധ മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയിൽ ഡിസംബർ 8 മുതൽ അടുത്ത വർഷം ഡിസംബർ 8 വരെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷമായിട്ട് ആചരിക്കുകയാണ്. പ്രത്യേകമായിട്ട് എല്ലാ പ്രാർത്ഥനകളിലും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടണം. നേരത്തെ ഇതിൽ സർക്കുലർ വായിച്ചതുപോലെ വിശുദ്ധ ഔസേപ്പിതാവിനോട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഔസേപ്പിതാ ലിറ്റിനി കുടുംബ പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലുകയും കുടുംബ പ്രാർത്ഥന വിശുദ്ധ ഔസേപ്പിതിൻ്റെ മാധ്യസ്ഥം തേടുന്നവർക്കൊക്കെ പൂർണ്ണ ദണ്ഡവിമോചനം സഭ അനുവദിച്ചിട്ടുണ്ട്. അത് സഭയുടെ അധികാരമാണ്, പിന്നെ അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ കൂടുതൽ വിശ്വാസത്തോടെ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. പ്രത്യേകിച്ച് കുടുംബനാഥന്മാരുടെ തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഔസേപ്പിതാവ് എങ്ങനെയാണ് ഒരു കുടുംബത്തെ പരിപാലിച്ചതെന്ന് നമുക്കറിയാം. സ്വാർത്ഥ ലാഭങ്ങൾ, ആഗ്രഹങ്ങൾ ഒക്കെ മാറ്റി ആ കുടുംബത്തിന് വേണ്ടി അശ്രീണം പരിശ്രമിച്ച് വലിയ വിശുദ്ധൻ. കഴിഞ്ഞ രാത്രിയിൽ ഇന്നലെ 10:30 മണിക്ക്, രാത്രി 10:30 മണിക്ക് നമ്മുടെ ചാപ്പലിൻ്റെ മുൻപിൽ, സെൻറ്റ് ആൻ്റണി ചാപ്പലിൻ്റെ മുൻപിൽ നമ്മുടെ തൊട്ടടുത്ത ഇടവകയിൽ ഒരു സഹോദരിയും 2 കുഞ്ഞുങ്ങളും 6ഉം 3ഉം വയസ്സുള്ള 2 മക്കളുമായിട്ട് വീട്ടിൽ ഉടുത്തിരുന്ന അതേ ഡ്രസ്സോടുകൂടെ സഹോദരി ചാപ്പന് മുമ്പിൽ വന്നിരുന്നു. ഏകദേശം 10 മണി തുടങ്ങി 10:30 വരെ സെൻറ്റ് ആൻ്റണി ചാപ്പന് മുമ്പിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ സൂക്ഷിപ്പുകാരനായ കിടന്നുറങ്ങണ സമയത്ത് ആ മനുഷ്യൻ വന്ന് ഹോളിയും ബെല്ലടിച്ചു വെച്ച 10:30 മണിയായിട്ടും ഈ സ്ത്രീ വീട്ടിലേക്ക് പോകുന്നില്ല. അന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരിയായ സ്ത്രീ പറയുന്നത് വീട്ടിലേക്ക് പോകാൻ പേടിയാണ്. കാരണം ഒരു ഭർത്താവ് മദ്യപിച്ച് ക്രൂരമായിട്ട് അവരെ പീഡിപ്പിക്കുന്നു. വീട്ടിലേക്ക് ചെന്ന് ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷിച്ച് സ്വാർത്ഥരായ അപ്പന്മാർ ഞാൻ കടപ്പുറങ്ങളിലും പല സ്ഥലങ്ങളിലും കണ്ടു. അഴിഞ്ഞാട്ടങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടായി. സ്നേഹത്തോടെ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, കുടുംബനാഥന്മാരുടെ മധ്യസ്ഥൻ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടണം. കാരണം ആ സഹോദരി പിന്നെ നിർബന്ധിച്ച് ആ സഹോദരി വീട്ടിലേക്ക് ഞാനൊരു ഓട്ടോയിൽ പറഞ്ഞു വിട്ടു. കാരണം ചാപ്പൽ അടക്കണം, പോലീസിൽ അറിയിക്കണമെന്ന് ചോദിച്ചപ്പോൾ സഹോദരി സ്നേഹത്തോട് പറഞ്ഞു ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് സഹോദരിക്ക് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാത്രി അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് പല കുടുംബങ്ങളുടെയും സത്യാവസ്ഥയാണിത്. ഒരുപാട് കള്ളുകുടിയന്മാരായ അപ്പന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്നേഹത്തോടു കൂടെ പറയുകയാണ്, നമ്മുടെ മക്കൾ കള്ളു മാത്രമല്ല ഇപ്പോൾ കുടിക്കുന്നത്, കഞ്ചാവും വലിക്കുന്നുണ്ട്. അതിനാൽ ഇതിനൊക്കെ ഉത്തരവാദി ഒരു സ്നേഹവുമില്ലാത്ത സ്വാർത്ഥരായ കുടുംബനാഥന്മാർ നമ്മുടെ ഇടങ്ങളിൽ പെരുകുന്നത് കൊണ്ടാണ്. ദൈവത്തെ ഓർത്ത് നമ്മുടെ കടൽ തീരങ്ങൾ നശിക്കാൻ കാരണം ഒരൊറ്റ പാപമാണ്. നമ്മുടെ അമ്മമാരുടെ കണ്ണുനീര് കടൽ തീരങ്ങളിൽ വീഴുന്നുണ്ട്. നമ്മുടെ മക്കളുടെ ദുർനടത്തിപ്പ് കടൽ തീരങ്ങൾ വീഴുന്നുണ്ട്. അതിന് മുഖ്യ കാരണമായിട്ട് മാറുന്നത് കടൽ തീരങ്ങളിലും ആ വലയിടുന്ന ഷെഡുകളിലൊക്കെ ഇരുന്നു കൊണ്ട്
മദ്യപിക്കുന്ന കൂത്താടുന്ന നമ്മുടെ അപ്പന്മാരാണ്. ദൈവത്തെ ഓർത്ത് അതൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കടൽ തീരങ്ങളിൽ ഇനിയും ആത്മഹത്യകൾ നടക്കും. ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരുകൾ വീഴും. അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ എല്ലാ കുടുംബനാഥന്മാരോടും പറയുകയാണ്, നമ്മുടെ കടൽ തീരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. അതിനുള്ള മുൻകരുതലുകൾ കുടുംബനാഥന്മാരായ നിങ്ങൾ തന്നെ എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഭക്തിയോടെ നമുക്ക് ഏറ്റുപറയാം. ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമെല്ലാറ്റിൻ്റെയും ശ്രേഷ്ഠാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്ത് നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജയദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുയർപ്പും വരാനുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുമുള്ള എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുസഭയെ നയിക്കുന്ന പാപ്പയെയും നമ്മുടെ മെത്രാന്മാരെയും മറ്റെല്ലാ വൈദികരെയും അവരെ ദൈവിക വിളിക്കനുസരിച്ച് വിശുദ്ധിയോടുകൂടി ജീവിക്കാനും തിരുസഭയെ നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷമായിട്ട് ഈ വർഷം ആചരിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിനോട് മാധ്യസ്ഥം തേടി ആ ജീവിത മാതൃക പിന്തുടരുന്ന ധാരാളം കുടുംബനാഥന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ടാകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മെ ഭരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അവർ സത്യസന്ധമായിട്ട് അഴിമതി കൂടാതെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും ഭരണം നടത്തുവാനുമുള്ള വലിയ കൃപാവരം നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും സഭയുടെ നാശം ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ മനുഷ്യരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമേ എന്നും ദൈവവിശ്വാസത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരണമേ എന്നും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കടബാധ്യതകൾ, രോഗാവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, അതോടൊപ്പം തന്നെ കുടുംബങ്ങൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ യോഗ്യതകളായി യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്തെ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നീ സ്വീകരിക്കണമേ ഉപഹാരമെൻ കരുണാമയനെ. നീ സ്വീകരിക്കണമേ ഉപഹാരമെൻ കരുണാമയനെ. നീ സ്വീകരിക്കണമേ തവ സ്നേഹമെൻ മനം നിറയാൻ സദാ കൃപ വരം പൊഴിയാൻ ഈ കാഴ്ച സദയം സ്വീകരിക്കൂ തവ പ്രീതിയാൽ പരനേ. നീ സ്വീകരിക്കണമേ ഉപഹാരമെൻ കരുണാമയനെ. നീ സ്വീകരിക്കണമേ ഉപഹാരമെൻ കരുണാമയനെ. നീ സ്വീകരിക്കണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലിയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കന്യകയായ ദൈവമാതാവിൻ്റെയും വിശുദ്ധ ഔസ്യപിതാവിൻ്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേ കൃപയിലും സമാധാനത്തിലും സുസ്ഥിരമായി നിലനിർത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഈ സംപൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യ പ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി കാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും കാലത്തിലായിരിക്കാൻ തുടങ്ങി. അങ്ങനെ ചിതറിക്കപ്പെട്ടതെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമുദ്രരിക്കുകയും വഴിതെറ്റിയ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ആകയാൽ ഞങ്ങളും ആഹ്ലാദപൂർവ്വം ആഘോഷത്തോടെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ മാലാഖമാരോടുമൊത്ത് അങ്ങയെ പുകഴ്ത്തുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ
മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. ഒരു നിമിഷം ഈശോനാഥൻ ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ സമർപ്പിച്ച് തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും
അങ്ങ് മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും വിശുദ്ധ അന്തോണിസിനോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ, നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ, നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന്
ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾ യോഗ്യനല്ല. ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സംപ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. എമ്മാനുവേൽ, എമ്മാനുവേൽ, നിന്നോടു കൂടെ വാഴുന്നു. രാവും പകലും വാഴുന്നു. ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേൽ, എമ്മാനുവേൽ, നിന്നോടു കൂടെ വാഴുന്നു. രാവും പകലും വാഴുന്നു. ദൈവം നിന്നിൽ വാഴുന്നു. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഭൂവിലും തേടേണ്ട നീ. കനിവിന്നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഭൂവിലും തേടേണ്ട നീ. കനിവിന്നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നോ നിന്റെ മാനസം നീ തുറന്നിടിൽ. എന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നോ നിന്റെ മാനസം നീ തുറന്നിടിൽ. എന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴും. എമ്മാനുവേൽ, എമ്മാനുവേൽ, നിന്നോടു കൂടെ വാഴുന്നു. പകലും വാഴുന്നു. ദൈവം നിന്നിൽ വാഴുന്നു. ഭൂമിയിൽ ലേഖയാണെന്നോർക്കേണ്ട നീ, ദുഃഖങ്ങൾ ഓരോന്നോർത്തു കേഴേണ്ട നീ. സ്നേഹിതനായി സാന്ത്വനമായി ദൈവമെന്നും കൂടെയുണ്ട്. ഭൂമിയിൽ ലേഖയാണെന്നോർക്കേണ്ട നീ, ദുഃഖങ്ങൾ ഓരോന്നോർത്തു കേഴേണ്ട നീ. സ്നേഹിതനായി സാന്ത്വനമായി ദൈവമെന്നും കൂടെയുണ്ട്. ഇന്നോ നിന്റെ മാനസം നീ തുറന്നിടിൽ. എന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നോ നിന്റെ മാനസം നീ തുറന്നിടിൽ.
എന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴും. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ ശരീരമേ എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ രക്തമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. മിശിഹായുടെ ദിലാവിലെ ജലമേ എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്നും എന്നെ കാത്തോളണമേ. എന്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടി നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ആമേൻ. തിരുപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തോളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യസ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കഴിഞ്ഞ ആഴ്ചയിലെ സ്വസ്ത്ര കാഴ്ച 1480 രൂപ. ക്രിസ്മസിന് സ്വസ്ത്ര കാഴ്ച ലഭിച്ചത് 17,670 രൂപ. ഇന്നലെ പള്ളിയും പരിസരവും ഒക്കെ വൃത്തിയാക്കുകയും അടുത്ത കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് 31-ാം യൂണിറ്റിലെ അംഗങ്ങളാണ്. അവർക്ക് ആത്മാർത്ഥമായിട്ട് ഇടവകയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച ദിവ്യബലിക്ക് നേതൃത്വം നൽകേണ്ടതും ശനിയാഴ്ച പള്ളിയും പരിസരവും വൃത്തിയാക്കേണ്ടതും ചെയ്യേണ്ടത് 32-ാം യൂണിറ്റിലെ അംഗങ്ങളാണ്. 32-ാം യൂണിറ്റിലെ അംഗങ്ങളുടെ ഭവന സന്ദർശനവും വീട് വെഞ്ചരിപ്പും തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ നടത്തപ്പെടുന്നതായിരിക്കും. നമുക്കറിയാം 31-ാം തീയതി വ്യാഴാഴ്ച രാത്രിയിൽ 11 മണി മുതൽ 12 മണി വരെ ആരാധനയും 12 മണിക്ക് പുതുവർഷാരംഭ ദിവ്യബലിയും ഉണ്ടായിരിക്കും. ദിവ്യബലിക്ക് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ആനിമേറ്റേഴ്സാണ്. 31-ാം തീയതി വ്യാഴാഴ്ച പകൽ 11 മണിക്ക് എല്ലാ ആനിമേറ്റേഴ്സും ദേവാലയത്തിൽ വന്ന് ദേവാലയവും പരിസരവും അതോടെ നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കണം. എല്ലാ ആനിമേറ്റേഴ്സും 31-ാം തീയതി പകൽ 11 മണിക്ക് ദേവാലയത്തിൽ എത്തിച്ചേരണം. അവരുടെ നേതൃത്വത്തിലായിരിക്കും 31-ാം തീയതി രാത്രിയുള്ള പുതുവർഷ ആരംഭ ദിവ്യബലി എന്ന കാര്യവും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 1-ാം തീയതി രാവിലെ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ഒരു കുർബാന മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, സ്വർഗീയ കൂദാശകളാൽ പരിപോഷിതരായ ഇവരെ തിരുക്കുടുംബത്തിൻ്റെ മാതൃക നിരന്തരം അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ ലോക ക്ലേശങ്ങൾക്ക് ശേഷം അവരുടെ നിത്യമായ സഹവാസം ഇവർ പ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ
സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓമനക്കുഞ്ഞിതാ ജാതേനായി ബെത്ലഹേമിൽ ഓമനക്കുഞ്ഞിതാ